നിലമ്പൂർ രാഷ്ട്രീയം ഇനി എങ്ങനെ മാറും എന്നുള്ളതാണ് അറിയേണ്ടത്. അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂരിലെ തേക്ക് അതീവ പ്രശസ്തമാണ്. അതുപോലെ PV അൻവറിൻ്റെ ഈ രാഷ്ട്രീയ ചുവടുവെപ്പ് നിലമ്പൂർ തേക്ക് പോലെ ശക്തമായി തന്നെ തുടരും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? PV അൻവർ ഇന്ന് UDFന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കോൺഗ്രസും നിർത്തേണ്ട സ്ഥാനാർത്ഥിയും കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. കാരണം ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരാൾ പണ്ടേതോ കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് DICയിൽ പോയ, അവിടെ നിന്ന് സർവതന്ത്ര സ്വതന്ത്രനായ, പിന്നീട് ഇടതുപക്ഷ സ്വതന്ത്രനായ, അക്കാലത്തൊക്കെ കോൺഗ്രസിനെയും നേതാക്കന്മാരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിന്റെ സഖ്യകക്ഷി എന്ന് പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയിൽ പോയി ചേരുകയും ആ പാർട്ടിയുടെ കേരളത്തിലെ കോർഡിനേറ്റർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് താൻ പ്രതിദാനം ചെയ്യുന്ന സീറ്റിലെ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നയാൾ സ്ഥാനാർത്ഥിയാവണം എന്ന് പറയുകയും ചെയ്തതിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ഏതായാലും അദ്ദേഹം രാജിവെച്ചത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ട് മേടിച്ച് ജയിച്ച ആളാണ്. ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിന് MLA തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേർന്നിട്ട് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും അദ്ദേഹത്തിന്റെ അവകാശം ഇല്ലാതായി. പിന്നെ LDFകാർ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് സ്പീക്കറുടെ മുമ്പിൽ പോയി അയോഗ്യത കൽപ്പിച്ച് പുറത്താകുന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം തന്നെ ഒഴിവാക്കി രാജിവെച്ചത് ഏതായാലും നല്ല കാര്യമാണ്. അത് ധാർമ്മികമാണ്. ഇനി അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം പുറത്തിറങ്ങി പോയ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കണം. പിന്നെ അദ്ദേഹം വീട്ടിൽ മത്സരിച്ച് നിലമ്പൂർക്കാരെ ഇനിയും സേവിക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഇനി മത്സരിക്കില്ല, UDFന് നിരുപാധിക പിന്തുണ നൽകും, ആര് തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിലും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. അദ്ദേഹം ഇന്ന് മാപ്പുകൾ കൂടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ 12:30 കാണുന്നുണ്ട്. മാപ്പ് അദ്ദേഹം സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഈ മാപ്പപേക്ഷയൊക്കെ UDF കണക്കിലെടുത്ത് അൻവർ പറയുന്ന ആളെയൊക്കെ മത്സരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഈ മാപ്പപേക്ഷയുടെ കാര്യത്തിൽ ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, അൻവർ പറയുന്നത് ശരിയാവാനേ സാധ്യതയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണം തികച്ചും ബാലിശമാണ്. ഒരു നുള്ളുപ്പല്ല, ഒരു ചാക്ക് ഉപ്പോടുകൂടി പോലും നമുക്ക് വിഴുങ്ങാൻ പറ്റാത്ത ഒന്നാണ്. അൻവർ അത്രയും സാധുവായതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ചിന്താശൂന്യനായതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തൽപര കക്ഷിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിപ്പിച്ചതാണ്. അതുകൊണ്ട് CPMലോ CPIയിലോ ജനതാദളിലോ ഏതെങ്കിലും MLAമാര് ഇത്രയും അന്തസ്ഥാന ശൂന്യമായ ഒരു ആരോപണം പ്രതിപക്ഷായിട്ട് ഉന്നയിക്കും സാധ്യതയില്ല. അപ്പോൾ അൻവറിനെ പോലെ ഒരാളെ കോടാലി കൈയായിട്ട് അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്രത്തോളം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മാപ്പ് ചോദിച്ചത് നന്നായി. കാരണം ആരോപണം അടിസ്ഥാനം എഴുതണമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പൊ അതും ശരിയാണ്. അത് നല്ല കാര്യം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്ന ആളെ UDF സ്ഥാനാർത്ഥി ആക്കും എന്നുമല്ല. അദ്ദേഹം അത് ഏറ്റുപറഞ്ഞത് നന്നായി. പിന്നെ അദ്ദേഹത്തെ ചാടുകയറ്റിയ മാർക്സിസ്റ്റ് നായകന്മാരുടെ പേര് പറഞ്ഞിരുന്നു. ഈ ADGPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കാനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് അൻവർ ആത്മപ്രചോദിതനായിട്ട് ചെയ്യുന്നതല്ല, ധാർമ്മിക രോഷം കൊണ്ട് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ CPMന്റെ തന്നെ ചില നേതാക്കന്മാർ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി വ്യക്തമായിരിക്കണം. അല്ല അത് അൻവർ സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല. അൻവറിന്റെ പുറകിൽ വളരെ പ്രബലരായ CPM നേതാക്കൾ മാത്രമല്ല ചില മൂലധന ശക്തികളും ഉണ്ടായിരുന്നു. അവരുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം ഏതായാലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതും അവരുടെ പേര് പറയാതിരുന്നത് നന്നായി. കാരണം പേര് പറയാതിരുന്നതുകൊണ്ട് ഇനിയിപ്പം അവരെ മോശപ്പെടുത്തേണ്ട കാര്യം. പേര് പറഞ്ഞാലും അവര് ഇത് സമ്മതിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായി. ആകെ ഒരു ഭംഗി കുറവ് സംഭവിച്ചത് ഈ അനന്തരഗാമി ഇന്ന ആളായിരിക്കണം എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച അത് ഒഴിച്ചാൽ കുഴപ്പമില്ല. ഇനി ഇതിന്റെ അർത്ഥം VS ജോയി നിലമ്പൂർ മത്സരിക്കാൻ അയോഗ്യനാണെന്നും അദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ലെന്ന്, അദ്ദേഹം മത്സരിക്കാൻ പാടില്ല എന്നെനിക്ക് അഭിപ്രായം ഉണ്ടെന്നല്ല. VS ജോയി യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരേണ്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ്. പാർട്ടിയാണ് അദ്ദേഹത്തിന് സ്ഥാനം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ശരിയാണ്. ഈ കുടിയേറ്റ മേഖലയാണ്, അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം സാമാന്യം പ്രബലമാണ്, ഏത് കാലത്തും കോൺഗ്രസിന് വോട്ടിയെന്നവരാണ്. ഇതൊക്കെ ശരിയാണ്. ആ നിലക്കൊക്കെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ജോയി. പക്ഷെ അദ്ദേഹം ഇങ്ങനെ മുൻകൂട്ടി ഒരു വെടി പൊട്ടിച്ചത് കൊണ്ട് ജോയിയുടെ സാധ്യത അല്പം മങ്ങിയോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയം.